ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ യേശുവിൻ്റെ സ്നേഹം നുകരുവാൻ ഭാഗ്യം ലഭിച്ച എൻ്റെ സ്നേഹമുള്ളവരെ, ഞാൻ ഇന്നും ഓർക്കുന്ന ഒരനുഭവമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊരു മലബാറിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. ഞാനവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. ആളുകൾ സാധാരണ സിമ്പിളായിട്ടുള്ള മനുഷ്യർ, പ്രധാനമായിട്ടുള്ള അവരുടെ ജീവിത തൊഴിൽ കൃഷിയാണ്. ഡിസംബർ 30 വൈകുന്നേരം ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയിട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇനി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ഉപയോഗം തീർന്നു എന്ന് തോന്നുന്ന എല്ലാ സംഗതികളും നാളെ ഒരു 4 മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവരണം. എല്ലാവരും ചിരിച്ചു. കാരണം എല്ലാ തുറയിലും പെട്ടവരുണ്ട് അവിടെ. ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, വിവാഹിതരായവരുണ്ട്, വിവാഹിതരല്ലാത്തവരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അച്ഛന്മാരുണ്ട്, അങ്ങനെ എല്ലാ തുറയിലും പെട്ടവർ. അപ്പോൾ ഒരു രസികൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ലില്ലി ചേച്ചിയെ, കെട്ടിയോനെ ചുമക്കേണ്ടി വരുമല്ലോ നാളെ ഇങ്ങോട്ട്. കാരണം ലില്ലി ചേച്ചി എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ഒരു ഗുണമില്ലാത്തൊരു മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യനെ ഡിസ്പോസ് ചെയ്യണമല്ലോ, 4 മണിക്ക് കൊണ്ടേ കൊടുക്കണമല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കി എല്ലാവരും പിരിഞ്ഞു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നൊന്നും ആ വർഷം ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ കൂട്ടുകാരോട് ചോദിച്ചു, എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ വർഷാവസാനത്തെ ഒരു വലിയ കാര്യമാണ് ചെയ്യാൻ പോണേ, അത് ഞങ്ങൾ നിന്നോട് പറയണില്ല, നീ കണ്ടറിഞ്ഞാൽ മതി. ഏതായാലും എല്ലാവരും വസ്ത്രങ്ങൾ, ഉപയോഗശൂന്യമായത്, ചെരുപ്പ്, ഷൂസ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ല, ഇനി ഉപയോഗിക്കാൻ കൊള്ളില്ല, അങ്ങനെയൊക്കെ ഉള്ളതുമായിട്ടാണ് അന്ന് വന്നത്. മുറ്റത്തിൻ്റെ ഒരു വശത്തായിട്ട് സുന്ദരമായിട്ട് പുല്ലൊക്കെ വെട്ടി ക്ലീനാക്കിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇതെല്ലാം കൊണ്ടുവന്ന് കൂട്ടി. അതിൻ്റെ ഇടയിൽ കൂടെ വൈക്കോലും കരിയിലയും അങ്ങനെ കുറേ സാധനങ്ങളും ചേർത്ത് വെച്ചു. എന്നിട്ട് ആ വർഷത്തോട് വിട ചോദിക്കുകയാണ്. നല്ല നല്ല പാട്ടുകൾ, അതിനിടയ്ക്ക് പ്രാർത്ഥനകൾ, ആ വർഷം ലഭിച്ച എല്ലാ കൃപകൾക്കും ദൈവത്തോട് നന്ദി, വന്നുപോയ സകല അപരാധങ്ങൾക്കും മാപ്പ്, പുതുവർഷത്തിന് സ്വീകരണം, പുതുവർഷത്തിൽ ദൈവത്തിന് ഇഷ്ടമായ വിധം ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ്, ദൈവമേ, എല്ലാം നീ തന്നു, എല്ലാം നിൻ്റെ മഹത്വത്തിന്, ഞങ്ങൾ നിൻ്റേതാണ്, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ച സ്വീകരിച്ച് പുതുവർഷം അനുഗ്രഹമുള്ളതാക്കണേ എന്ന പ്രാർത്ഥനയുടെ അവസാനം മനോഹരമായൊരു ഗാനം ആലപിക്കുമ്പോൾ ആരോ തീ കത്തിച്ചു. കൂട്ടിയിട്ടിരിക്കുന്ന, ആർക്കും ആവശ്യമില്ലെന്ന് പറഞ്ഞ വസ്തുക്കളെല്ലാം കത്തിയെരിയുന്നതാണ് പിന്നെ കണ്ടത്. അത് ഈ വർഷത്തോട് വിട ചൊല്ലുന്നതാണത്രേ. അത് പുതുവർഷത്തിന് ഇടം കൊടുക്കുന്നതാണത്രേ. ഏറെ കൊല്ലം കഴിഞ്ഞെങ്കിലും ഈ രംഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഈ വർഷത്തോട് വിട പറയണം, അടുത്ത വർഷത്തെ സ്വീകരിക്കണം. ഇത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ എല്ലാം താമസ സാഹചര്യങ്ങളിൽ ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നമ്മളിത് ചെയ്യുന്നുമുണ്ട്. ചിലയിടത്തൊക്കെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും ആഘോഷങ്ങളും ആരാധനയും ഒക്കെ നടത്തുന്നു.
എല്ലാറ്റിനും ദൈവത്തോട് നന്ദി പറയുന്നു. പുതുവർഷം പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കാനുള്ള ഒരുക്കം നടക്കുന്നു. അന്ന് ചിലയിടത്തൊക്കെ വലിയ കൂട്ടുകാരെയെല്ലാം വിളിച്ച് സദ്യ നടത്തുന്നു. അങ്ങനെ പല വിധത്തിൽ നമ്മൾ ഇത് ആഘോഷിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒന്ന് രണ്ട് കൊച്ചു ചിന്തകളിലേക്കും കൂടെ നമ്മുടെ മനസ്സിൽ ഒന്ന് കടന്നു വരാമെങ്കിൽ ഒരുപക്ഷെ ജീവിതം ആനന്ദകരമാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദൈവം നൽകുന്നതെല്ലാം നന്മയാണ്. നമ്മുടെ മനസ്സിൽ അത് ഉറച്ചിരിപ്പുണ്ട്. കാരണം റോമ 8:28 നമ്മൾ വായിക്കുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്കും താൻ പ്രത്യേകമായി വിളിച്ചവർക്കും അവിടെ നിന്നെല്ലാം നന്മയാക്കി മാറ്റുമെന്ന്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാറ്റിനും നന്ദി പറയുന്നത്. കാരണം ഇതും നന്മയാക്കി മാറ്റാൻ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യമാണ്. എല്ലാം അവിടെ നിന്ന് നന്മയാക്കി മാറ്റുമെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ എന്ന് പറഞ്ഞ ഒന്നില്ല. ഈ കഷ്ടത പോലും ദൈവം നന്മയാക്കി മാറ്റുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അവിടത്തോട് നന്ദി പറയാൻ തയ്യാറാകുന്നു. അങ്ങനെയാ തെസ്സലോനിയക്കാർക്കുള്ള ആ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ ഏറെ പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഭാഗം ഓർമ്മയിലില്ലേ? 5-ാം അധ്യായത്തിൻ്റെ 16-18 വാക്യങ്ങൾ. എപ്പോഴും സന്തോഷമായിരിക്കണം. ഈ വർഷത്തോട് യാത്ര പറയുമ്പോഴും പുതുവർഷത്തിന് സ്വാഗതമരുളുമ്പോഴും സന്തോഷമായിരിക്കും. മനസ്സിൽ ആകുലതകളൊന്നും വേണ്ട. ശക്തനായവൻ്റെ കയ്യിൽ തന്നെയാണ് നമ്മൾ. അവൻ ഈ വർഷത്തിലും പുതുവർഷത്തിലും ഒരുവൻ തന്നെ. നമ്മുടെ നന്മയ്ക്കായിട്ട് മാത്രമേ അവൻ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുള്ളൂ. അത് നന്മയാക്കുമെന്നുള്ള ഉറപ്പാണ് നമുക്കത് സന്തോഷകരമാക്കി തീർക്കുന്നത്. ആകയാൽ സന്തോഷമായിരിക്കൂ, എപ്പോഴും സന്തോഷമായിരിക്കൂ. അതിനെന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നുണ്ട്. നിരന്തരം പ്രാർത്ഥിക്കൂ. നെറ്റി ചുളിക്കുന്നവർക്ക് വേണ്ടി അടുത്ത വാചകം, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കൂ. ഇതാണ് യേശുക്രിസ്തുവിൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് സന്തോഷം കിട്ടും. പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒന്നുകൂടി ഇത് നമുക്ക് സ്മരിക്കണം. ഇതൊരു തീരുമാനമായി നമ്മുടെ മനസ്സിൽ തങ്ങിയാലോ, ഇത് ചെയ്യാൻ നമുക്ക് സാധിച്ചാലോ പുതുവർഷം സന്തോഷം നിറഞ്ഞതാകില്ലേ? അതുകൊണ്ട് ഈ ഒരു വർഷം ദൈവം തന്ന എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവം തന്ന എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന വർഷത്തോട് നമ്മൾ വിട പറഞ്ഞിട്ട് ഈ വർഷത്തെ പുതുവർഷമായി സ്വീകരിച്ച ശേഷം ഇന്ന് ഈ വർഷത്തോട് വിട പറയുമ്പോൾ അന്നുണ്ടായിരുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ ഇന്നില്ലായിരിക്കും. ദൈവം അവരെയെല്ലാം തൻ്റെ സൗഭാഗ്യത്തിലേക്ക് സ്വീകരിച്ചു കാണും. ഇന്ന് ഈ വർഷത്തോട് യാത്ര പറഞ്ഞ് പുതുവർഷത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ഈ പുതുവർഷത്തോട് യാത്ര പറയാനുണ്ടാകുമോ നമുക്കറിയില്ല. എങ്കിൽ ഈശോ വീണ്ടും വീണ്ടും നമ്മെ വചനത്തിലൂടെ ഓർപ്പിക്കുന്നു, ജാഗരൂകരായിരിക്കൂ, ഒരുക്കമുള്ളവരായിരിക്കൂ. അവൻ എപ്പോൾ വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവൻ വന്ന് നമ്മെ കൊണ്ടുപോകുമെന്നുള്ളത് നമുക്ക് ഉറപ്പായ കാര്യമാണ്. എത്ര പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതാ. യോഹന്നാൻ്റെ 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഈശോ പറയുകയാണ്, അനേക വാസസ്ഥലങ്ങൾ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ചുമ്മാ ആളെ പറഞ്ഞു വിട്ട് കൊണ്ടുപോവല്ല, വണ്ടി വിട്ട് കൊണ്ടുപോവല്ല, ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. സ്ഥലം, സമയം നമുക്കറിയില്ല, വരുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഈ 2016 എൻ്റെ ഭവനം പൂർത്തിയായാലോ? ഒരുപക്ഷെ ഈ ജനുവരി മാസത്തിലോ ഫെബ്രുവരി മാസത്തിലോ എന്നാ നമുക്കറിയില്ലല്ലോ. എൻ്റെ ഭവനം പൂർത്തിയായാൽ ഞാൻ റെഡിയാണോ?
അവൻ എന്നെ കൊണ്ടുപോകാനായി വന്നാൽ അവൻ്റെ കൂടെ സന്തോഷമായി ഇറങ്ങിച്ചെല്ലാൻ ഞാൻ റെഡിയാണോ? എൻ്റെ തമ്പുരാൻ എനിക്കുള്ള ഭവനം റെഡിയാക്കിയിട്ടുണ്ട്. കൂടെ ചെല്ലാൻ ഞാൻ റെഡിയാണോ? അതോ അയ്യോ എനിക്കൊരു മാസം കൂടി തരാമോ, ഞാൻ ഒന്ന് ഒരുങ്ങിക്കോട്ടെ, ഇന്ന കാര്യം മറന്നുപോയി, അങ്ങനെയായിരിക്കുമോ നമ്മുടെ അവസ്ഥ? നമുക്കുള്ള ഭവനം നമ്മളാണ് അത് റെഡിയാക്കാൻ സഹായിക്കേണ്ടത്. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കില്ല എന്ന് അഗസ്റ്റിൻ നമ്മെ പഠിപ്പിച്ചു. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കില്ല. നമ്മളാരും ദൈവത്തോട് മുൻകൂർ ആവശ്യപ്പെട്ടതല്ല എന്നെ ഇങ്ങനെ സൃഷ്ടിക്കണമെന്ന്. അവിടെ നിന്ന് എനിക്ക് രൂപം തന്നു. അനന്ത സ്നേഹത്താൽ എനിക്കായിട്ടൊരു നാട്, വീട്, മാതാപിതാക്കൾ, കുടുംബം എല്ലാം തിരഞ്ഞെടുത്ത് എന്നെ അവിടുന്ന് സൃഷ്ടിച്ചു. ആണാകണോ പെണ്ണാകണോ എന്നൊന്നും ഞാൻ സജസ്റ്റ് ചെയ്തില്ല. എല്ലാം ദൈവനിശ്ചയം. എല്ലാറ്റിനും അവിടത്തേക്ക് നന്ദി. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഞാൻ ഇനി അവൻ്റെ ഭവനത്തിലെത്തണമെങ്കിൽ ഞാൻ തന്നെ എൻ്റെ സഹകരണം കൊണ്ടേ അത് നടക്കൂ. കേട്ടിട്ടില്ലേ പണ്ടത്തെ ഒരമ്മാമ്മയെക്കുറിച്ച്? നല്ല വലിയ പണക്കാരി, ഭർത്താവ് മരിച്ചു, ഇനി അവർ മാത്രമേ ഉള്ളൂ. ഇട്ടുമൂടാൻ സ്വത്തുണ്ട്. വേലക്കാരെയെല്ലാം പറഞ്ഞു വിട്ടു. കൊച്ചിലേ മുതലേ മുറ്റമടിക്കുന്ന ആ ഏലിച്ചെടുത്തിയും വണ്ടിയുടെ ഡ്രൈവറായിരുന്ന ആ മോനും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി എല്ലാവരെയും പറഞ്ഞു വിട്ടു. സുഖമായിട്ട് അമ്മമ്മ ജീവിക്കുന്നു. ഒരു കുഴപ്പമുള്ളൂ, അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കില്ല. വേലക്കാരെയൊക്കെ പീഡിപ്പിക്കുമായിരുന്നു. ഇപ്പോഴുള്ള ഈ 2 പേർക്കും ജീവിതം അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ കൊച്ചിലേ മുതൽ അങ്ങനെ നിന്നതുകൊണ്ട് അവരിപ്പോഴും അത് തുടരുന്നു എന്ന് മാത്രം. അങ്ങനെ കഴിഞ്ഞിരുന്ന അവസ്ഥയിലാണ് ഒരു ദിവസം ഉച്ചയൂണ് കഴിഞ്ഞ് പതിവില്ലാതെ വല്യമ്മച്ചി ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അമ്മച്ചി സ്വപ്നം കണ്ടു. കേട്ടിട്ടുള്ളതാ, ചിന്തിച്ചോ? സ്വപ്നം കണ്ടു. മരിച്ചു ചെല്ലുന്ന അമ്മച്ചിയുടെ ആത്മാവിനെ കാവൽ മലാഖ കൈക്ക് പിടിച്ച് സ്വർഗം കാണിക്കാൻ കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് വെള്ളി കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ ഒരു വീട്. വല്യമ്മ അത് നോക്കി നിന്നു. മലാഖേ, അതാരുടെ വീടാ? അത് അമ്മച്ചിയുടെ വീട്ടിലെ മിറ്റടിക്കുന്ന ആ എലിത്തള്ളയില്ലേ, അവരുടെ വീടാ. ഉയ്യോ, എന്തു മനോഹരമായിരിക്കുന്നു. വീണ്ടും മുന്നോട്ട് പോയി. കുറച്ചുകൂടി ചെന്നപ്പോൾ അതിലും മനോഹരമായ മറ്റൊരു വീട്, സ്വർണം കൊണ്ട്. അയ്യോ മലാഖ, ഇതും കൂടി ഒന്ന് പറഞ്ഞേ, ഇതാർക്കുള്ളതാ? അത് വല്യമ്മയുടെ ആ വീട്ടിലെ ഡ്രൈവറില്ലേ, അവർക്കുള്ളതാ. ഹോ, എൻ്റെ മുറ്റടിക്കുന്ന ചേച്ചിയുടെ വീട് കണ്ടു, ഡ്രൈവറിൻ്റെ വീട് കണ്ടു, എനിക്കിനി എൻ്റെ വീട് കണ്ടാൽ മതി, ഒന്നും കാണണ്ട. അങ്ങനെ മാലാഖ 2-3 ഇടവഴികളിലൂടെ കൊണ്ടുപോയി പൊട്ടിപ്പൊളിഞ്ഞ് പകുതി ചോരുന്ന ഒരു ചെറ്റപ്പുരയുടെ മുമ്പിൽ നിർത്തി. വല്യമ്മച്ചി പറഞ്ഞു, എനിക്കൊന്നും കാണണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ വീട് കണ്ടാൽ മതി. ഇതാണ് വല്യമ്മച്ചിയുടെ വീട്. ഉയ്യോ, ഇതെന്താ ഈ പറയണേ? എൻ്റെ വേലക്കാരിക്ക് വെള്ളി കൊണ്ടുള്ള വീട്, എൻ്റെ ഡ്രൈവർക്ക് സ്വർണം കൊണ്ടുള്ള വീട്, എനിക്ക് ഈ ചെറ്റപ്പുരയോ? ഹാ! അപ്പോൾ മാലാഖ വിവരിച്ചു, അമ്മച്ചി, ലോകത്ത് നിന്ന് ജീവിക്കുന്നതിനിടയ്ക്ക് എന്തൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്തു വിടുന്നോ അതുകൊണ്ടേ വീടുണ്ടാവും. ഈശോ വീട് പണിയും, പക്ഷെ അതിനുള്ള വസ്തുക്കൾ നിങ്ങൾ കൊടുത്തു വിടണം. സ്നേഹമുള്ളവരെ, കൊടുത്തു വിട്ടിട്ടുണ്ടോ നമ്മുടെ വീടിന് വേണ്ടതൊക്കെ? അത് വെള്ളിയാണോ, സ്വർണമാണോ, അതോ ചുമ്മാ ചപ്പും ചവറുമാണോ? എന്ത് കൊടുത്തു വിടുന്നോ അതുകൊണ്ട് തമ്പുരാൻ നിങ്ങൾക്ക് ഒരുക്കി തരും. ആകയാൽ വല്യമ്മച്ചി ഇത് കണ്ടതേ ഞെട്ടി എഴുന്നേറ്റു. അതിനുശേഷം സ്വർഗത്തിലേക്ക് തൻ്റെ വീടിന് വേണ്ടി നല്ല 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 സാധനങ്ങൾ കൊടുത്തുവിടാൻ വല്യമ്മച്ചി വളരെ പരിശ്രമിച്ചു. വേലക്കാരുടെ ഭാഗ്യം. ഇനിയിപ്പം നിങ്ങൾക്കും ഇങ്ങനെ സ്വപ്നം ഉണ്ടായിട്ടേ ഇത് തുടങ്ങൂ എന്നൊക്കെ നിർബന്ധം പിടിച്ചാൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇപ്പം മുതലേ നമുക്ക് തുടങ്ങാം, നന്നായി ജീവിക്കാൻ. നമുക്കായി ദൈവം ഒരുക്കുന്ന ഭവനത്തിന് പണി പൂർത്തിയാകാൻ വേണ്ടതൊക്കെ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് തന്നെ അധ്വാനിച്ച് കൊടുത്തുവിടാം. അപ്പോൾ ദൈവം നമുക്കായി മനോഹരമായൊരു ഭവനം രൂപപ്പെടുത്തും. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം
നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കില്ല എന്നോർത്തിരിക്കുക. ഈ ഒരു വർഷം ദൈവം എന്തോരം അനുഗ്രഹങ്ങളാണ് നമ്മളിൽ വർഷിച്ചത്. മിനിമം ചിന്തിച്ചാൽ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും ആയിരിക്കുന്ന ഭവനവും സ്നേഹിക്കുന്ന ഹൃദയങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ ദാനമല്ലേ? എല്ലാം എനിക്കവൻ ദാനമായി തന്നതല്ലേ? നമ്മുടെ ആയുസ്സിന് അവനോടല്ലേ നമുക്ക് കണക്ക് പറയാനുള്ളത്? എന്തുമാത്രം നന്മ അർഹതയില്ലാത്ത നമുക്ക് ദൈവം തമ്പുരാൻ തന്നു. എല്ലാറ്റിനും നമ്മൾ നന്ദി പറഞ്ഞോ? നന്ദി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ലൂക്കാസ് സുവിശേഷകൻ്റെ ആ സുവിശേഷം വായിക്കുമ്പോൾ അതിലെ 10-ാം അധ്യായത്തിൽ ആദ്യമേ കാണുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കൊറസീൻ, ബെത്സൈദ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങളിൽ ഞാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ സോദോമിലും ഗൊമോറായിലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവർ പണ്ട് ചാക്കുടുത്ത് ചാരം പൂശി തപസ് ചെയ്തേനെ. എന്നിട്ട് കർത്താവ് തുടർന്ന് പറയുന്നു, കഫർനാമേ, സ്വർഗം വരെ നീ ഉയർത്തപ്പെട്ടെന്നാണോ പറയുന്നത്? പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിനക്ക് ഞാൻ തന്ന കൃപകൾ നീ പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സങ്കടം. ദൈവം കൊടുത്ത കൃപകൾക്ക് നന്ദി പറഞ്ഞില്ല. ദൈവം കൊടുത്ത കൃപകൾക്ക് നന്ദിപൂർവം പ്രത്യുപകാരം ചെയ്തില്ല, പ്രതിനന്ദി കാണിച്ചില്ല, സഹോദരങ്ങളോട് പങ്കുവച്ചില്ല. അതുകൊണ്ടാണ് താൻ തൻ്റെ ശിക്ഷ നൽകുമെന്ന് അവരോട് പറയുന്നത്. നമ്മളോടും ഇത് ദൈവത്തിന് പറയേണ്ടി വരുമോ? അനുഗ്രഹമായി തന്നതെല്ലാം ശിക്ഷയ്ക്ക് കാരണമാക്കി തീർക്കുമോ? ആകയാൽ നമുക്കൊരാത്മപരിശോധന നടത്താം. ഈ ഒരു വർഷം ദൈവം നമ്മിൽ വർഷിച്ച, നമ്മുടെ കുടുംബത്തിൽ വർഷിച്ച, നമ്മുടെ സമൂഹത്തിൽ വർഷിച്ച എല്ലാ കൃപകളും വേണ്ട വിധം നമ്മൾ പ്രയോജനപ്പെടുത്തിയോ? അതുവഴി സഹോദരങ്ങൾക്ക് നന്മ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയോ? ചിന്തിക്കണം പ്രിയമുള്ളവരെ. വീണ്ടും കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, സമ്പത്ത് നേടിയാൽ മാത്രം പോരെന്നേ. സമ്പത്ത് കൊണ്ട് ജീവിതം ഐശ്വര്യപൂർണ്ണമാകില്ല, സമ്പത്ത് മാത്രമായിട്ട്. അതുകൊണ്ടല്ലേ ആ ഭോഷനായ ധനികൻ്റെ കാര്യം കർത്താവ് ഈ ലൂക്കാസ് സുവിശേഷകൻ്റെ 12-ാം അധ്യായത്തിൽ നമ്മോട് പറഞ്ഞു തരുന്നത്. ഇഷ്ടം പോലെ ആ കൊല്ലം വിളവുണ്ടായി, എവിടെ ഒതുക്കുമെന്ന് പോലും അയാൾക്ക് അറിയത്തില്ല. അങ്ങനെ ആ മനുഷ്യൻ പുതിയ പത്തായങ്ങൾ നിർമ്മിച്ച് അതിലിതെല്ലാം ഒതുക്കി തൻ്റെ ആത്മാവിനോട് തട്ടി ഉണർത്തി പറഞ്ഞു, സന്തോഷമായിട്ട് ജീവിച്ചോ, നമുക്കിനി ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം വർഷങ്ങളോളം ആസ്വദിച്ച് ജീവിക്കാനുള്ള വക നമുക്ക് കിട്ടിക്കഴിഞ്ഞു. തമ്പുരാൻ ചോദിക്കുകയാണ്, ഭോഷ, ഉപയോഗിച്ച വാക്ക് ഓർക്കണം, ഭോഷ, ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ഞാനിങ്ങ് എടുക്കുക. ഈ നേരം വെളുക്കുമ്പോൾ ഇതൊക്കെ ആരുടേത്? ഞാൻ നിൻ്റെ ആത്മാവിനെ ഇങ്ങോട്ട് എടുത്താൽ ഇതൊക്കെ ആരുടേത്? അതാ നമുക്കും ആ ചിന്ത വേണം. കർത്താവ് എത്രമാത്രം ആയുസ് നീട്ടിത്തരുമെന്ന് നമുക്കറിയില്ല. അവൻ തരുന്നത് തരട്ടെ, അവൻ്റെ സൗഭാഗ്യത്തിലേക്കല്ലേ നമ്മളത് കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ അവൻ തന്നതെല്ലാം പ്രയോജനപ്പെടുത്തുക, സഹോദരങ്ങൾക്കത് നന്മയാക്കി തീർക്കുക. ഇതുപോലെ ഇത്രയും ഒരുപാട് കഷ്ടതകൾ സഹിക്കുന്നവർക്ക് ഒരു താങ്ങ് കൊടുക്കാൻ അതൊക്കെ പ്രയോജനപ്പെടുത്തുക. അങ്ങനെയാണ് യജമാനൻ 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കും. ലൂക്കാസ് സുവിശേഷകൻ്റെ 12-ാം അധ്യായത്തിൽ തൻ്റെ മുന്തിരിത്തോപ്പിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന അത്തിമരത്തിലേക്ക് ഫലം അന്വേഷിച്ചു പോകുന്ന യജമാനൻ ഫലമൊന്നും കണ്ടില്ല. 3 വർഷമായി ഞാനിവിടെ ഫലം തേടി വരുന്നു, ഒന്നും കിട്ടിയില്ല. എന്തിനാ നിലം പാഴാക്കുന്നേ? വെട്ടി ദൂരക്കളാ. അപ്പോൾ അവിടുത്തെ മേൽനോട്ടം വഹിക്കുന്ന അദ്ദേഹം പറയുകയാണ്, യജമാനനെ, 1 വർഷവും കൂടെ, ഒന്നും കൂടെ ഞാനിതിൻ്റെ കടയിളക്കി വളമൊക്കെ ഇട്ട് ഒന്ന് നനച്ച് ഒക്കെ നോക്കട്ടെ. ഈ കൊല്ലം ചിലപ്പോൾ ഫലം കിട്ടുമായിരിക്കും, കിട്ടിയില്ലെങ്കിലോ വെട്ടിക്കളയണം. നമുക്കും ദൈവം കനിഞ്ഞു തന്ന വർഷമായിരിക്കുമോ ഈ 2016? കടയിളക്കാൻ, വളമിടാൻ, വെള്ളമൊഴിക്കാൻ അവസാന കൈ ഫലം തരുമോ എന്നൊരൊറ്റ പ്രതീക്ഷയിൽ നമുക്ക് വേണ്ടി ഈശോ കഷ്ടപ്പെടുന്ന ഒരു വർഷമാകുമോ? ഫലം കൊടുക്കില്ലേ? വെട്ടി തീയിലിടപ്പെടൂ. ആകയാൽ സ്നേഹമുള്ളവരെ, ഹൃദയത്തെ നമുക്കൊന്ന് സ്വസ്ഥമാക്കാം. ഈ ഡിസംബർ മാസത്തിൽ, ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം.
എൻ്റെ ദൈവം ഫലം തേടി എന്നിലേക്ക് വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായോ? ഇതുവരെയും അവൻ്റെ കണ്ണിന് കുളിർമ കൊടുക്കുന്ന, അവൻ്റെ ഹൃദയത്തിന് സന്തോഷം കൊടുക്കുന്ന ഫലങ്ങളൊന്നും എന്നിൽ കണ്ടില്ലേ? കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേ? എൻ്റെ തമ്പുരാൻ അവസാനമായിട്ട്, നമ്മൾ പറയില്ലേ ക്ഷമയറ്റു എന്ന്, ദൈവത്തിൻ്റെ ക്ഷമ അറ്റുപോകില്ല. കരുണ കാണിക്കുന്നവനാ ദൈവം. എന്നാൽ പോലും ഇതൊരു പരീക്ഷണത്തിൻ്റെ കാലമാണോ? ഈ ഒരു വർഷവും കൂടെ അവൻ തരുന്ന കൃപകളോട് സഹകരിച്ച് ഞാൻ തിരിച്ചു വരുന്നില്ലെങ്കിൽ എൻ്റെ വിധി ഈ വൃക്ഷത്തിൻ്റെ വിധിയായി മാറുമോ? ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. തമാശായിട്ട് എടുക്കരുത്. നമുക്ക് ദൈവം തന്ന ഓരോ നിമിഷത്തിനും അവൻ കണക്ക് ചോദിക്കും. കൃപയാൽ ഇവിടെ വെച്ച്, നീതിയാൽ മരണശേഷം. കൃപയേക്കാൾ നീതിക്കായിരിക്കുമോ പ്രാധാന്യം? കൃപയല്ലേ നല്ലത്? അതുകൊണ്ട് അവൻ കരുണ കാണിക്കാൻ തയ്യാറുള്ള ഈ നാളുകളിൽ നമ്മുടെ കണക്ക് ബോധിപ്പിക്കാം. നമുക്ക് ജാഗരൂകരായിരിക്കാം. ദൈവം തന്നതിനോട് സഹകരിക്കാം. ദൈവം തന്ന എല്ലാ കൃപകൾക്കും അവിടത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോന്നും പ്രയോജനപ്പെടുത്താം. സഹോദരങ്ങൾക്ക് ഗുണകരമായ വിധം ദൈവം തന്ന കൃപകളെ ഉപയോഗിക്കുമ്പോഴാണ് ദൈവം സന്തുഷ്ടനാകുന്നത്. കണക്ക് പറയേണ്ട സമയം എപ്പോഴാകുമെന്ന് നമുക്കറിയില്ല. കണക്ക് ചോദിക്കുമെന്നുള്ളത് തീർച്ചയാകയാൽ നമ്മുടെ കണക്കുകൾ റെഡിയാക്കി വയ്ക്കാം. എപ്പോൾ അവൻ പരിശോധനയ്ക്ക് വന്നാലും, എപ്പോൾ അവൻ ഫലം പ്രതീക്ഷിച്ച് വന്നാലും നമ്മുടെ കണക്ക് റെഡിയായിരിക്കാൻ, നമ്മുടെ ഫലങ്ങൾ പാകമായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനു വേണ്ട കൃപ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ വിശുദ്ധര് നമ്മെ സഹായിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കാവൽ മലാഖ, നമ്മുടെ പേരിന് കാരണമായ സ്വർഗീയ വിശുദ്ധര്, അവരോടെല്ലാം സഹായം യാചിച്ചുകൊണ്ട് ദൈവത്തോടൊത്ത് കൃപയാൽ നന്ദിയോടെ നമുക്ക് ചിലവഴിക്കാം. എല്ലാവരുമായിട്ടുള്ള കടങ്ങൾ തീർത്ത്, എല്ലാവരുമായിട്ട് രമ്യതപ്പെട്ട്, എല്ലാവരെയും സ്നേഹിച്ച് ദൈവസ്നേഹത്തിൽ വളർന്ന് ദൈവത്തിന് ഒരു സന്തോഷമായ കാഴ്ചയായി നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമ്മുടെ എല്ലാ തെറ്റുകളും ആ കൃപയാൽ തുടച്ചു മാറ്റി ദൈവം സ്നേഹത്തോടെ വീക്ഷിക്കുന്ന ഒരു കാഴ്ചയായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഈ വർഷം തിരുമുമ്പിൽ സമർപ്പിച്ച് പുതുവർഷത്തെ സ്വീകരിക്കാം. നവവത്സരത്തിൻ്റെ സർവ്വമംഗളങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.